നമ്മൾ ലൈഫിൽ ഫെയിൽ ആവുമ്പം നമ്മളെ കുറ്റപ്പെടുത്തും, ഒറ്റപ്പെടുത്തും, കളിയാക്കും. പക്ഷേ ഈ സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട 3 പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. 1, എന്തുകൊണ്ട് നമ്മൾ ഫെയിലായി. 2, ഇതിനകത്ത് ഫുൾ റെസ്പോൺസിബിലിറ്റി നമ്മൾ എടുത്തോ. 3, ഇനിയുള്ള നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ്. ഫെയിൽ ആകുമ്പോൾ നമുക്ക് വിഷമം വരും, സങ്കടം വരും, ഒക്കെ ചെയ്യും. പക്ഷേ ഇവിടെ 2 വഴിയാണ് നമുക്ക് ഇതിനകത്ത് നിന്ന് എസ്കേപ്പ് ചെയ്യാനുള്ളത്. 1 എന്ന് പറഞ്ഞാൽ ഒരു റാറ്റ് മൈൻഡ് സെറ്റും, 2 എന്ന് പറഞ്ഞാൽ ഒരു ഈഗിൾ മൈൻഡ് സെറ്റും. ഈ റാറ്റ് മൈൻഡ് സെറ്റ് എന്തെന്ന് വെച്ചാൽ, എനിക്കിനി ചെയ്യാൻ പറ്റത്തില്ല, എനിക്കിനി ഒരു കാര്യം ചെയ്യാൻ പറ്റത്തില്ല, ഞാൻ ഇനി ഒരു കാര്യം ചെയ്തിട്ട് കാര്യമില്ല, ഇങ്ങനെ തിങ്ക് ചെയ്തുകൊണ്ടേയിരിക്കും. ഈഗിൾ മൈൻഡ് സെറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ലോജിക്ക് എന്താണ്, നമ്മൾ ഈ ഫെയിൽ ആയെടുത്ത് നമ്മൾ ഫുൾ റെസ്പോൺസിബിലിറ്റി എടുത്തോ, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഫെയിലിയറിനെ നമ്മൾ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്തത്. ഫെയിലിയറിനെ നമുക്ക് കറക്റ്റായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റിയോ, നമ്മളെ ഇമോഷണലി ഭയങ്കരമായിട്ട് ഡ്രെയിൻ ചെയ്തോ ഫെയിലിയർ. മൂന്നാമത്തെ കാര്യം, നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ്. ഇപ്പം നമ്മൾ ഫെയിൽ ആയിപ്പോയി എന്ന് വെച്ചാൽ വിഷമിച്ചിരുന്നിട്ട് കാര്യമുണ്ടോ, ഇല്ല. അടുത്ത സ്റ്റെപ്പ്, നെക്സ്റ്റ് മൂവ് എന്താണ്. ഈ 3 കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ ആർക്കും നിങ്ങളെ തോൽപ്പിക്കാൻ പറ്റത്തില്ല. അഭിഷേക് ഓറിയോൺ, ബൈ.